LPG ഇൻബിൽട്ട് ആയിട്ട് അന്ന് ഇറങ്ങിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ, കമ്പനിയിൽ നിന്ന് തന്നെ LPG വരുന്ന വണ്ടിയാണ്. പൊതുവെ ഇതിന്റെ LPG മൈലേജ് എങ്ങനെയുണ്ട്? LPG മൈലേജ് വരുമ്പോൾ ഒരു 18+ കിട്ടും. 18+ ഉണ്ട്. ഓക്കെ, CNG അത്ര ഉണ്ടാവില്ല അല്ലേ? LPGക്ക് 2015 ആസ്ട്രയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നത്തെ അത്യാവശ്യം ഡ്രൈവിംഗ് സുഖമുള്ള ഒരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഡ്രൈവിംഗ് സുഖമുള്ള വണ്ടി. ടയർ ഭാഗം നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ വണ്ടി ഫിറ്റ് ആണ്. 18 മോഡൽ ഫുൾ ഓപ്ഷൻ. W11 ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് 500 തപ്പുന്നുണ്ടെങ്കിൽ ഇതാ ഒരു സ്ഥാനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. 1 ലിറ്റർ നോൺ ടർബോ അല്ലേ? 1 ലിറ്റർ നോൺ ടർബോ ഉണ്ട്. നോൺ ടർബോ. അപ്പോൾ മൈലേജ് ഒരു 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എത്ര പ്രൈസ് എങ്ങനെയാണ്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സൈഡിൽ കണ്ടോ നിങ്ങൾ ഒരു ഐറ്റം G-Wagon അല്ല കേട്ടോ, G-Wagonലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു ഫോർഡ് സ്കൂർക്കയാണത്. XUV 700 ഉണ്ട്, വെന്യൂ ഉണ്ട്. ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ലോയൽ കാസിലാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം അൻവർ ഭായിനെ. അൻവർ ഭായ് സ്വാഗതം. സുഖമല്ലേ? സുഖം. ഓക്കെ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ബിസിനസ്? കുഴപ്പമില്ല, ഷെറായി പോകുന്നു. ഓക്കെ, ഇവിടെ വെച്ചാൽ ഈ കോമ്പാക്ട് SUV അതേപോലെ തന്നെ സ്വിഫ്റ്റ് കാറ്, എക്സ്പ്രസോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചെറുതും വലുതൊക്കെ ആയിട്ടല്ലോ. ഓക്കെ, ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന സർവീസ് ഹിസ്റ്ററി എല്ലാ വീഡിയോസും ഞാൻ എല്ലാ ഷോറൂം പറയുന്നതാണ്, പക്ഷെ പറഞ്ഞേ പറ്റുള്ളൂ. അതെ, അതെന്തായാലും ആണല്ലോ ഇപ്പൊ. കാരണം എന്താ വെച്ചാല് അറിയാത്തവർ പോയിട്ട് കണ്ണും പൂട്ടി പല സ്ഥലത്തും എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏത് ഷോറൂം പോയാലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ആയിട്ട് തന്നെ എടുക്കാം. ഫുള്ള് സർട്ടിഫൈ ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇവർ തരുന്ന ഡോക്യുമെന്റ്സ്, അതായത് ഇവരും സർട്ടിഫൈ ചെയ്യുന്നുണ്ടാവും, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യും അല്ലേ? അതെ. ഓക്കെ, പിന്നെ പ്രൈസിങ് നമുക്ക് നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് വണ്ടികളുണ്ട് ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ആയിട്ടുണ്ട്, പുതിയതായിട്ട് തന്നെ. ചെറുതുണ്ട്, വലുതുണ്ട്, പ്രീമിയം ഉണ്ട് അല്ലേ? അതെ. എന്തായാലും കണ്ടു നോക്കാം. ഇത് ലോയൽ കാസിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നല്ലളത്താണ്. നല്ലളം KCB-ന്റെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഓരോ വാഹനങ്ങളായിട്ട് നമുക്ക് കാണാം. മാക്സിമം ലോണൊക്കെ കിട്ടുന്ന വണ്ടികൾ തന്നെയാണ്. ഒരു സ്പെഷ്യൽ 7 സീറ്റർ ഉണ്ട്, കോണ്ടോ അല്ലേ? അതെ, 7 തന്നെ അല്ലേ? 7 തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ആദ്യ വാഹനം മഹീന്ദ്രയുടെ കോണ്ടോ ആണ്. അതായത് 7 സീറ്റർ ആണ്. സംഭവം സൈലോന്റെ ഒരു ഒതുക്കി ഇറക്കിയ വണ്ടിയാണ്. ആ ഒരു സ്റ്റൈലിൽ ഒതുക്കി ഇറക്കിയ വണ്ടിയാണ്. പുറകിൽ തറവെന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് സീറ്റിംഗ് ആണ് വരിക, രണ്ടുപേരുള്ള. ഇതെങ്ങനെയാ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2013 മോഡല്. 13 മോഡൽ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. ക്ലെയിമും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ക്ലെയിം ഉണ്ട്. ക്ലെയിം മീൻസ് ഒരു ഡോറും ഒരു ഡിക്കി ഡോറും മാറിയിരിക്കുന്നു. ഗ്ലാസ് മാറിയിട്ടുണ്ടോ രണ്ടും? ഇല്ല, ഡോറ് മാത്രം. ഒരു ഡോറും ഡിക്കി ഡോറും മാറിയിട്ടുണ്ട്. ഏ സൈഡ്? റൈറ്റ് സൈഡ് ഡോറാ? റൈറ്റ് സൈഡ് ഡോറും ബാക്ക് ഡിക്കി ഡോറും മാറിയിട്ടുണ്ട്. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. പിന്നെ കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ വരുന്നത് 1,18,000. 1,18 അല്ലേ? ഓക്കെ, ഞാൻ തുടക്കത്തിൽ ഇൻട്രോ പറയുമ്പോൾ അറിയാണ്ട് XUV 500 XUV 700 എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ക്ഷമിക്കുന്നു. പിന്നെ കിലോമീറ്റർ ജെനുവിനിറ്റി പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഓണർഷിപ്പ് എത്രയുള്ള? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓക്കെ, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നമുക്ക് വണ്ടി വന്നിട്ടേ ഉള്ളൂ. ഇന്നലെ കൊണ്ടുവരും. പിന്നെ നമ്മള് വീഡിയോ പെട്ടെന്നാണല്ലോ. അപ്പൊ ബമ്പർ 2 സൈഡ് ഒന്ന് ടച്ചപ്പ് ചെയ്യാണ്ട് അത് ചെയ്യും. പോളിഷ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കൊടുക്കുള്ളൂ. ഓക്കെ, ഈ ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്താൽ ഒന്നും കൂടി കളർ വരും. ഓക്കെ, അപ്പോൾ ഒരു 7 സീറ്റർ 2013 കോണ്ടോ ആണ്. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 2,10 കൊടുക്കും. 2,10,000. 13 വണ്ടി. ഓക്കെ, മൈലേജ് എങ്ങനെ ഇതിന്? മൈലേജ് 12-13 ഒക്കെ കിട്ടും. 12 to 14 ആ റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ഒതുങ്ങിയ 7 സീറ്റർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ റേറ്റ് നമുക്ക് ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലോൺ കിട്ടൂല. മോഡലിലെ പഴയ മോഡലായതിനെ കൊണ്ട് ലോൺ കിട്ടാൻ ഈ മോഡൽ നിർത്തിയതിനെ കൊണ്ട് ബാങ്ക് ലോൺ എന്തായാലും കിട്ടൂല. ചാൻസ് ഇല്ല. ഓക്കെ, സേട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കൊടുക്കാം. അത് ഇവിടുത്തെ ലോക്കൽ അഡ്രസ് ഉള്ളവർക്കേ കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം ദാ ഒരു Audi Q3 ആണ്. ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് എത്തി അല്ലേ? ഇതാ മോഡല്? ഇത് 2014 14 മോഡൽ, 15 രജിസ്ട്രേഷൻ വരുന്ന Q3 പ്രീമിയം സെഗ്മെന്റ് ആണ്. ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഫുൾ ഓപ്ഷൻ ഒറിജിനൽ കേരള വണ്ടിയാണ്. KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഒറിജിനൽ കേരള അല്ലേ? കിലോമീറ്റർ എത്രയായി? 1,35,000. 1,35. പ്രോപ്പർ സർവീസ്. സർവീസ്. ഓക്കെ,
ക്ലെയിമും കാര്യമൊന്നുമില്ല? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. അപ്പോൾ ഓടി Q3 എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അല്ലേ? 15-16 കിട്ടുമോ ലോങ്ങിലേക്ക് 16 വെക്കാം. സിറ്റിയിലാണെങ്കിൽ ഒരു 13 to 14 സിറ്റിയിലും കിട്ടും. സാധാരണ നമ്മുടെ ഹാച്ച് ബാക്ക് വണ്ടിക്കൊക്കെ കിട്ടുന്ന മൈലേജ് ഉണ്ട്, അതിനേക്കാൾ മൈലേജ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നിലവിൽ വേറെ മെക്കാനിക്കൽ വർക്കോ കാര്യങ്ങളോ നിലവിലൊന്നും ചെയ്യാനില്ല. ബാക്കി നിങ്ങൾ പോളിഷ് ഒക്കെ ചെയ്തിട്ടില്ല കൊടുക്കാം? പോളിഷ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. പോളിഷ് ചെയ്തില്ല, വണ്ടിക്ക് എടുത്ത് വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ 14 മോഡൽ 15 രജിസ്ട്രേഷൻ Q3 ഒറിജിനൽ കേരള. എത്ര കൊടുക്കാം ഇത് നമുക്ക് 9,90 കൊടുക്കാം. 9,90,000. ഈ റേറ്റ് ഫൈനലാണോ? എന്താ മാറ്റം ഉണ്ടാവും അല്ലേ? ഓക്കെ. 9,90 14 മോഡൽ 15 രജിസ്ട്രേഷൻ Q3 ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രോപ്പർ സർവീസ് പോയ വാഹനമാണ്. ലോണ് ചാൻസ് ഉണ്ടാവുമോ? 14 ലോൺ കിട്ടാം. എത്ര വരെ കിട്ടും? ഒരു 7 ലക്ഷം കിട്ടും? ഒരു 7 ലക്ഷം വർഷം കുറവായിരിക്കും, ഒരു 4 വർഷത്തേക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? 3-4 വർഷത്തേക്ക്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പ് വാഹനം. KL85 ഫറൂഖ് രജിസ്ട്രേഷൻ ആണ്. അതായത് ഇവിടെ തന്നെ. അതെ അല്ലേ? ഫറൂഖ് രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2021 മോഡല്. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. 78,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഏത് ഓപ്ഷൻ? VXI 78,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 2021 മോഡൽ സ്വിഫ്റ്റ് ആണ്. 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. മൈലേജ് ഒരു 17-18 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? ഫുൾ കമ്പനി സർവീസാ? ഫുൾ കമ്പനി സർവീസ് ആണ്. ചെറിയ റീപ്ലേസ് കിട്ടും. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. ടയേഴ്സ് ഫ്രണ്ടിൽ കുഴപ്പമില്ല, പുറകിലെ ആവറേജ് ആണ് അല്ലേ? സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടോ വണ്ടിയിൽ? ഇല്ല, നിലവിലൊന്നും എടുക്കാനില്ല. നിങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടാ വെച്ചു. ഓക്കെ. പ്രൈസ് എങ്ങനെയുണ്ട്? 5,40,000. 5,40,000. അത് എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാലോ? ചെറുതായിട്ട്, എന്നാലും വില കുറവാണ്, നിങ്ങൾക്ക് അറിയാം. മാറ്റം ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ. 21 മോഡൽ 78,000 കിലോമീറ്റർ ഓടിയ VXI ആണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ചെയ്തിട്ട് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോളൂ. പിന്നെ ലോണ് എത്ര കിട്ടും? ലോൺ മാക്സിമം ചെയ്യാം നമുക്ക്. 5 lakhs വരെ ചാൻസ് ഉണ്ട്. 5 lakh ചെറിയ ഡൗൺ അടിച്ചാൽ മതി. അടുത്ത ഹ്യുണ്ടൈ എക്സ്ട്രാ ആണ്. ഇതൊരു ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനം. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. എക്സ്ട്രാ ആ ഒരു ഐക്കോണിക് കളർ അല്ലേ? ഓക്കെ. ഇതേതാ മോഡല്? ഇത് 2023 മോഡല്. ഓക്കെ. SXO കണക്ട് എന്ന് പറഞ്ഞ വേരിയന്റ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 23 മോഡലില്. പിന്നെ 23, അതായത് സേഫ്റ്റി വൈസ് നോക്കുമ്പോൾ അന്ന് തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. അതിന് ശേഷം പിന്നെ എല്ലാ വാഹനത്തിലും എയർ ബാഗ് എയർ ബാഗ് കമ്പൽസറി ആയിരിക്കും. ഇത് അന്ന് തന്നെ ഇതായി. പിന്നെ ഓട്ടം 40,000 കിലോമീറ്റർ. 40,000. വാറണ്ടി ഇപ്പോ കഴിഞ്ഞോ? എക്സ്റ്റെൻഡ് വാറണ്ടി 9 മാസമാണ്. 9 മാസം ആയിട്ടില്ല. സെപ്റ്റംബർ 15 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്, കമ്പനി വാറണ്ടിയിൽ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ചെറിയ ടച്ചപ്പ് ചെയ്യല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതിന് പൊതുവെ എങ്ങനെ മൈലേജ് എക്സ്റ്റർ? ഇതിന് മൈലേജ് കമ്പനി 18+ പറയുന്നുണ്ട്. 12 to 15 ആ റേഞ്ച് നോക്കിയാണ്. 12 to 15 അത് തന്നെ. i10 ഗ്രാൻഡ് ഒക്കെ മൈലേജ് കണ്ടാൽ മതി. പിന്നെ പ്രൈസ് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് 8,20,000. 8,20,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ എക്സ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അലോയ്സ്, പുഷ് ബട്ടൺ, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. നമുക്ക് ലോണും ചെയ്യാം മാക്സിമം. ഓക്കെ. പ്രൈസ് ലാസ്റ്റ് ആണോ അതോ മാറണ്ടോ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് i10 ആണ്. i10 എന്ന് പറയുമ്പോൾ LPG ഇൻബിൽട്ട് ആയിട്ട് അന്ന് ഇറങ്ങിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ. കമ്പനിയിൽ നിന്ന് തന്നെ LPG വരുന്ന വണ്ടിയാണ്. പൊതുവെ ഇതിന്റെ LPGയിൽ മൈലേജ് എങ്ങനെയുണ്ട്? LPGയിൽ മൈലേജ് വരുമ്പോൾ ഒരു 18+ കിട്ടും. 18+ ഉണ്ട്. ഓക്കെ. CNGന്റെ അത്ര ഉണ്ടാവില്ല അല്ലേ LPGക്ക്? ഓക്കെ. 18+ മൈലേജ് ഉണ്ട്. സാധാരണ ഇന്ന് കിട്ടാന്ന് വെച്ചാൽ 10 to 14 വരെയൊക്കെ മൈലേജ് കിട്ടല്. 10 to 12, 14 നോക്കണ്ട മാക്സിമം. അതാ പെട്രോൾ കിട്ടാ. പഴയ വണ്ടിക്കാന്നേ ഇതിന്റെ അതിനെ കൊണ്ട് അതിലും കൂടുതൽ കിട്ടും. ഓക്കെ. കമ്പനി ഇൻബിൽട്ട് വരുന്ന വണ്ടി തന്നെയാണ്. ഏതാ മോഡൽ? ഏതാ ഇത്? 2011-12 മോഡല്. 12 രജിസ്ട്രേഷൻ. അടുത്ത വർഷം ജനുവരിയിലാണ് പേപ്പർ വരുന്നത്. പേപ്പർ എടുക്കാൻ ഒരു 15 റുപ്യ കണക്കാക്കണം അല്ലേ? പേപ്പർ എടുക്കാം. അടുത്ത വർഷമാണ് ജനുവരിയിൽ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ തന്നെ 70,000. ഏതാ ഓപ്ഷൻ? സ്പോർട്സാ? അല്ല, ഇറയാണ്. ഓക്കെ. 2 ഡോർ പവർ വിൻഡോ വരും. 2 ഡോർ പവർ വിൻഡോ ഇറയല്ലേ? ഇതിൽ ബേസ് ഇറയല്ലേ? ഇറയാണ് ബേസ്. അപ്പൊ 2 ഡോർ പവർ വിൻഡോ വരുന്ന വാഹനം. എല്ലാം വർക്കിംഗ് ആണ്. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് എല്ലോ. ഓക്കെ. അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. ഒരു മൈലേജിൽ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു LPG വരുന്ന വണ്ടിയാണ്.
ഇത് പ്രൈസ് എങ്ങനെ ഇപ്പോൾ? ഇത് നമ്മൾ ചോദിക്കുന്ന 1.35 ആ, എന്ത് ചെറിയ നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ 1.35. ഓക്കെ. LPG-ന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പമ്പിൽ കിട്ടും? എല്ലാ പമ്പിലും കിട്ടൂല. നമ്മളിവിടെ ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ശാരദാ മന്ദിരം ആണ് അതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ. ഇവിടെ അതായത് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കണം. LPG-നെ പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല ഏതൊക്കെ പമ്പിലാണ് കിട്ടുന്നത്. CNG പോലെ LPG അത്ര കോമൺ അല്ല. പണ്ടുണ്ടായിരുന്നു, പിന്നെ മാറി കുറച്ച് CNG-യിലേക്കാണ് ഇപ്പൊ എല്ലാവരും പോയത്. അപ്പോൾ അതൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അത്യാവശ്യം മൈലേജ് വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വണ്ടിയിൽ മാരുതി സുസുക്കി എക്സ്പ്രസോ ആണ് അടുത്തത്. കോഴിക്കോട് വണ്ടി, KL11 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഹാഷ്ബാക്ക്, അതായത് ഒരു മൈക്രോ SUV അങ്ങനെ വിളിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ കുറച്ച് ഹൈറ്റിലൊക്കെ ഇരുന്നിട്ട് ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് വണ്ടി അല്ലേ? അതെ. ഓക്കെ. ഏതാ മോഡല്? ഇത് 2019 മോഡല്. ഓക്കെ. VXI ആണ് വേരിയന്റ് വരുന്നത്. VXI ഓപ്ഷനിലാ? VXI എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് VXI ഇറങ്ങിയത്, പിന്നെ ഓപ്ഷനിൽ പിന്നാണ് ഓപ്ഷനിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അഡീഷണലി അലോയ്സ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് എന്തായാലും ലുക്ക് അല്ലേ? ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലാത്ത. ചെറിയൊരു DRL-ഒക്കെ ചെയ്തിരിക്കുന്നു. DRL-ഉണ്ട്, ശരിയാ. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 77 ഓടിക്കുന്നത്. 77. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ഓക്കെ. 77 ഓടി, 2019 മോഡൽ എക്സ്പ്രസോ ആണ്. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി. മൈലേജ് 20+ കിട്ടോ? 1 ലിറ്റർ. ഓക്കെ, കിട്ടും. അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ട്. എന്തായാലും ഒരു 17-18 വരെ എന്തായാലും പറയാം അല്ലേ? ഓക്കെ. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ചെറിയ ക്ലെയിം മീൻസ് ബമ്പർ മാറാം, അങ്ങനത്തെ കാര്യങ്ങളും. അങ്ങനത്തെ അതൊന്നും മാറിയിട്ടില്ല. നമ്മൾ മൈന്യൂട്ടായിട്ട് ബമ്പർ ലേഡി ഉപയോഗിച്ച് അതിനെ കൊണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചസ് പെയിന്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. നിലവിൽ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, ഇനി പോളിഷ് മാത്രം ചെയ്യാനേ ഉള്ളൂ. ആരുപയോഗിച്ചാലും സ്ക്രാച്ച് ആവും. അതെ, ജെൻസായാലും അങ്ങനെ ഇതാക്കിട്ട് പറഞ്ഞല്ലോ കേട്ടോ. അതെ, കൊടുക്കണം, എന്തായാലും കൊടുക്കണം. അപ്പോ പ്രൈസ് എങ്ങനെയാ? പ്രൈസ് വരുന്നത് 3.55 നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കുക, ലോണും ചെയ്ത് കൊടുക്കുക. 3.55 അല്ലേ? ഓക്കെ. 19 മോഡൽ, 76,000 കിലോമീറ്റർ ഓടിയ VXI എക്സ്പ്രസ് ആണ്. വില മാറ്റം ചെയ്ത് തരും. അപ്പോൾ ലോണും ഒരു 3 ലക്ഷം വരെ കയറും. ഒരു 2.25 to 3 ഇടയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇടയിൽ. ഓക്കെ. വില എന്തായാലും മാറ്റം ചെയ്ത് കൊടുക്കാം. കാരണം എക്സ്പ്രസോന്റെ മാർക്കറ്റ് വെച്ച് ഇറങ്ങുമ്പോൾ തന്നെ അത്രയാണ്. അല്ല, ഇറങ്ങുന്ന സമയത്ത് പക്ഷെ ചോദിക്കുന്ന എല്ലാവരും ഇതേ വില തന്നെ ചോദിക്കുന്നത്. എല്ലാവരും ഇപ്പൊ വരുന്ന 5 ലക്ഷത്തിന് അടുത്ത് വില ഉണ്ട്. അതെ, ചോദിക്കുന്ന എല്ലാവരും ഇതേ രീതിയിൽ തന്നെ ചോദിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് കുറച്ച് കൊടുക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഡീസൽ റിറ്റ്സ് ആണ്. അതായത് 18-20 റേഞ്ചൊക്കെ മൈലേജ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഫുൾ ഓപ്ഷൻ വണ്ടി. ZD ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. മോഡൽ ഏതാ? ഇത് 2014 മോഡൽ, 2014 മോഡൽ. 14. ഓക്കെ. കിലോമീറ്റർ വരുന്നത് 1.60 ആണ്. 1,60,000 ഓടി. കറക്റ്റ് ഓട്ടാണ്. ജെനുവിറ്റി പറയാൻ പറ്റും? ജെനുവിറ്റി പറയാം. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ക്ലെയിം ഉണ്ട്. ബോണറ്റ് മാറിക്കുന്നു. ബോണറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഉള്ളിലേക്ക് അപ്രോണിലേക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ആപ്രോണിലേക്ക് ഒന്നും മാറില്ല, ബോണറ്റ് മാറി. ഹെഡ്ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. ടയേഴ്സ് മൊത്തം എവറേജ് ഉള്ളൂ. 4 ടയറും നമുക്ക് അത്യാവശ്യം കട്ടുള്ള നമുക്ക് ചെയ്ത് കൊടുക്കാം. കട്ടുള്ള ടയർ ഇട്ട് കൊടുക്കാം അല്ലേ? വേറെ. ഓക്കെ. അപ്പോൾ കട്ടുള്ള ടയർ ഇട്ട് കൊടുക്കുമ്പോൾ വർഷം നോക്കൂല, വർഷം കറക്റ്റ് നോക്കിയിട്ട് ചെയ്തോളൂ. അതായത് പുതിയ ടയറല്ല, അത്യാവശ്യം കട്ടുള്ള ടയർ മാറ്റി തരും. പക്ഷെ അത് വെച്ചാൽ എവിടെ നിന്ന് നിങ്ങൾ അങ്ങനത്തെ ടയർ വാങ്ങുമ്പോഴും വർഷം നോക്കണം. പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടയർ ചിലപ്പോൾ എന്തും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് സെക്കൻഡ് ഹാൻഡ് ടയർ വാങ്ങി കട്ടുള്ള ടയർ ഇടുമ്പോഴും അതിന്റെ വർഷം കൂടി നോക്കാം. അതെ. ഓക്കെ. പ്രൈസ് എങ്ങനെയാ ഇതിന്റെ? ഇത് വരുന്നത് നമ്മളിവിടെ ചോദിക്കുന്നത് 3,35,000. 3.35 14 ZDI ഡീസൽ റിറ്റ്സ് ആണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര വരെ കിട്ടും? ഫിനാൻസ് നമുക്ക് ഒരു 3 കൊല്ലം ചെയ്യാം. ഒരു 2.25 വരെ കിട്ടും. 2.25 ചെയ്തു കൊടുക്കും. അടുത്തത് ഹ്യുണ്ടൈ i20 ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണിത്. ഇതേതാ മോഡൽ ബ്രോ? ഇത് 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആസ്റ്റ. ഓക്കെ. 15 ഫുൾ ഓപ്ഷൻ വണ്ടി. ആസ്റ്റ സിംഗിൾ ഓണർഷിപ്പ്. ലോ കിലോമീറ്റർ ആണ് ആകെ ഓടിയത്. ഓക്കെ. പുഷ്പണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കിലോമീറ്റർ എത്രയാ? 47,000. 47. ജെനുവിൻ ആണോ? ജെനുവിൻ സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ് വണ്ടി. നോക്കാം. ഓക്കെ. കമ്പനി സർവീസ് 2015 ആസ്റ്റ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നത്തെ അത്യാവശ്യം ഡ്രൈവിംഗ് സുഖമുള്ള ഒരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഡ്രൈവിംഗ് സുഖമുള്ള ടയർ ഭാഗം നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ വണ്ടി ഫിറ്റാണ്. ഒന്നും ചെയ്യാനില്ല. വാങ്ങുന്നവൻ പെട്രോൾ അടിച്ച് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. പെട്രോൾ അടിച്ചാൽ മൈലേജ് ഒരു 10, 13, 14 വരെയൊക്കെ കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലേ കിട്ടുള്ളൂ. പിന്നെ എന്താ നിങ്ങളുടെ ചോദ്യം? എന്താ ഇത്? 4,55,000. 4.55 അല്ലേ? 15 ആസ്റ്റ ആണ്. ലോ കിലോമീറ്റർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്.
അപ്പോൾ താല്പര്യമുള്ളവർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതിൽ CNG ചെയ്താൽ കുറച്ചും കൂടെ മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റും. CNG ചെയ്യുമ്പോൾ ചെറിയൊരു പവർ ഡ്രോപ്പ് ഉണ്ടാവുന്ന മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട് അല്ലേ? ചെറിയൊരു മാറ്റം വരുള്ളൂ. ചെറിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ലോണും കയറും. ലോണും കയറും. എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഒരു 3 ലോൺ നമുക്ക് ഒരു 3 ചെയ്യാം. ഓക്കെ, 3.25 വരെ കിട്ടുമല്ലോ അല്ല? 3 കിട്ടും. ഡിപ്പെൻസ് നമ്മളെ പ്രൊഫൈൽ നോക്കിയിട്ട്. വിലയും ഫൈനലല്ലോ? അല്ലല്ല, വില ഹലോ. അടുത്തതാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ G-Wagonലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയ ഫോഴ്സ് കൂർക്കയാണ്. പെട്ടെന്ന് ഫ്രണ്ട് കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് ചോദിച്ചു G-Wagon നേരെ കയറി വന്നപ്പോൾ. അതിപ്പോ നമ്മൾ റോഡിലടിക്കാല് എല്ലാരും നോക്കുന്നു. സൈഡ് കണ്ടാ മനസ്സിലാവും. ഫ്രണ്ട് പെട്ടെന്ന് ലോകത്തൊക്കെ കാണും പെട്ടെന്ന് കയറി. അതാണ് ഓൾഡ് മോഡൽ വണ്ടിയാന്ന് പറഞ്ഞത്. അതെ. ഏതാ മോഡൽ? ഏതാ ഇത് 2015 മോഡല്. 15 കൂർക്ക 4x4. 4x4x4. ഇതിന്റെ ടെറൈൻ ആണ് അതല്ലേ? ഓക്കെ, പല ടെറൈനിലൂടെ ഓടിക്കാം. പിന്നെ ഇത് KL 13 രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ ആകെ 23,000 ഓടിയിട്ടുള്ളൂ. ഫുള്ളും മാറ്റി 2015 അല്ലേ? 15 മോഡൽ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഇതിന്റെ അകത്തേക്ക് മാറ്റിയതാണ്, വേറെ അടിച്ചിട്ട് മാറ്റിയത്. ഓക്കെ, അപ്പോ ടയർ ഭാഗങ്ങളിലും ഓക്കെയാണ്. സൈസ് ആണ് വണ്ടി മൊത്തത്തിലൊന്ന് ചെയ്ത്. പിന്നെ ഫോഴ്സ് കൂർക്കാന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സാധനമാണ് അല്ലേ? ശരിക്കും ഒക്കെ ഒരു ഓഫ് റോഡർ തന്നെയാണ്. അപ്പോ പിന്നെ നല്ല വിസിബിലിറ്റി പുറകിലെ സീറ്റിൽ ഇരിക്കുന്നവർക്ക് അല്ലേ? നല്ല വിസിബിലിറ്റി ഉണ്ടാവും. വേറെ വർക്കൊന്നും ഇല്ല, നിലവിലൊന്നും എടുക്കാനില്ല. ഒക്കെ AC ഒക്കെ നല്ല കൂടിയാണ്. കിലോമീറ്റർ 23,500 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. 23,500 ഓടി അത്ര ഓടിയിട്ടുള്ളൂ. അത് ശരി, ഗ്യാരണ്ടിയാ. 15 വണ്ടി. പ്രൈസ് എങ്ങനെയാ ഇതിന്റെ? പ്രൈസ് വരുന്നത് 6,90,000. 6,90,000 രൂപയ്ക്ക് 15 ഫോഴ്സ് കൂർക്ക 4x4. ഓക്കെ, ഇതിന്റെ ഇതൊക്കെ മാറ്റിയത് മൊത്തം യൂട്യൂബിലുണ്ട് കേട്ടോ. ആ ശരി, ഫുള്ള് പഴയത് എങ്ങനെയാണ് ഇതിലൊക്കെ എങ്ങനെ മാറിയത് ഫുള്ളുണ്ട്. ഫുൾ വീഡിയോ ഉണ്ട്. ഫുൾ വീഡിയോ. അതപ്പോ താല്പര്യമുള്ളവർ വരുമ്പോ ഫോഴ്സ് കൂർക്കാന്ന് കൺവേർട്ട് ഒന്ന് ചെയ്താൽ ഫസ്റ്റ് തന്നെ വരും. ലോൺ കിട്ടോ ഇതില്? ഇപ്പൊ ലോണ് ചെറിയ ലോൺ നമുക്ക് ചെയ്യാം. ഒരു 4 ലക്ഷം ഒക്കെ ലോൺ പാസ്സാവും. 4 ലക്ഷം. ഓക്കെ, അത് നമ്മളെ ഈ ഭാഗത്തേക്ക് പാസ്സില്ല. മോഡിഫിക്കേഷൻ ചെയ്തതിന് പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ചോദിച്ചാലിപ്പോ ഞാനിപ്പോ എന്താ പറയാ, പിടിക്കാൻ വെച്ചാൽ അവര് പിടിക്കും. എന്നാലില്ല, ചെറിയ മാറ്റമുള്ളൂ. നമ്മൾ ലോഗൊക്കെ മാറിയിട്ടുള്ളൂ, അതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ താല്പര്യം നോക്കുക. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഹ്യുണ്ടായ് വെന്യൂ ആണ്. ഇത് ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക് ആണ്. KL 11 രജിസ്ട്രേഷൻ ആണ്. KL 11 ഫുൾ ഓപ്ഷൻ വണ്ടിയാ? ഫുൾ ഓപ്ഷൻ ടർബോ ആണ് കേട്ടോ. 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. SX പ്ലസ് അല്ല? SX പ്ലസ് ഫുള്ള് 2019 മോഡല്. 19 മോഡല്. സൺറൂഫ്, പുഷ്പട്ട അലോയ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, കിലോമീറ്റർ 51. 51,000. അത് കമ്പനി സർവീസ് പ്രോപ്പർ ഉണ്ടോ? കമ്പനി സർവീസും ഉണ്ട്. ഒരു ഡോറ് മാറിയിട്ടുണ്ട്. ഏത് ഡോറ് മാറിയത്? റൈറ്റ് സൈഡ് ബാക്കാ? ഫ്രണ്ട് ഡ്രൈവർ സൈഡും ഡോർ മാറിയിട്ടുണ്ട്. ഓക്കെ, 19 മോഡലിലാണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വെന്യൂ. മൈലേജ് ഒരു 11-14 വരെയൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ് ഓട്ടോമാറ്റിക്കില്. പിന്നെ പ്രൈസ് എങ്ങനെയത്? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 7,35,000. 7,35. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സെക്കൻഡ് ഓണർ. 7,35 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ 19 മോഡൽ വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 6 വരെ കിട്ടും. 6 കിട്ടും. പിന്നെ അത് മുതൽ 7,35 മാക്സിമം ചെയ്ത് കൊടുക്കട്ടോ. വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറയുമ്പോൾ XUV 700 എന്ന് പറഞ്ഞത്. അതെ, മാറിപ്പോയ 500 ആണ്. XUV 500. ഇതേതാ മോഡല്? ഇത് 2018 മോഡല്. ഓക്കെ, ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യം നിലവിൽ ഇല്ല. ചെറിയൊരു ക്രാക്ക് കുടുങ്ങിന്, മെയിൻ ഗ്ലാസ്സിൽ ചെറിയൊരു സ്പോട്ട് കല്ലടിച്ചാണ്. ഓക്കെ, 18 മോഡൽ ഫുൾ ഓപ്ഷൻ W11 ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഓക്കെ, അപ്പോ ഓട്ടോമാറ്റിക് 500 തപ്പുന്നുണ്ടെങ്കിൽ ഇതാ ഒരു സാധനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഈ സൈഡിലത്തെ ഇത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോ 18 ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 1,53. 1,53,000 സർവീസ് കേട്ടോ. കമ്പനി സർവീസ് ഓടിച്ചാ പറയൂല അത്ര കിലോമീറ്റർ ഓടിയെന്ന്. പക്കാണ് വണ്ടി. ഫുൾ സർവീസ് ഉണ്ടല്ലോ? ഫുൾ സർവീസ് ഉള്ള. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് വരുന്നത് നമ്മളിവിടെ ആസ്കിങ് ചെയ്യുന്നത് 11,20,000. 11,20,000. ലോൺ മാക്സിമം കഴിയും. ചെറിയ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ നമുക്ക് ഒരു 50 ഒക്കെ അടിക്കുകയാണെങ്കിൽ 50-70 ഒക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് വില മാറ്റം ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ മാറ്റം ചെയ്യാം. നോക്കിയിട്ട് വില കുറവാണ് ഞാൻ ചോദിച്ചത്, നമുക്ക് ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം.
ഓക്കെ 18 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് W11. ഓക്കെ 1120. അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ച ഒറിജിനൽ കേരള വണ്ടിയാണ്. മാക്സിമം ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നിസാൻ മാഗ്നൈറ്റ് ആണ്. KL 32 ചേർത്തല രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതേതാ മോഡൽ ബ്രോ? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ. അപ്പോൾ 27 1-ാം മാസം വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഏതാ ഓപ്ഷൻ? ഏതാ? മിഡിൽ ഓപ്ഷൻ ആണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ഇതിൽ. അഡീഷണൽ നമുക്ക് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ 1 ലിറ്റർ നോൺ ടർബോ. 1 ലിറ്റർ നോൺ ടർബോ അല്ലേ? 1 ലിറ്റർ നോൺ ടർബോ. അപ്പോൾ മൈലേജ് ഒരു 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എത്ര പ്രൈസ് എങ്ങനെയാണ്? ഇത് നമ്മളിവിടെ ചോദിക്കാൻ 620 ആണ്. മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ 620. ഓക്കെ ചോദ്യമാണ്, മാറ്റം ചെയ്തു തരും. ലോൺ ഒരു 5-5.25 വരെ കിട്ടുമല്ലോ? ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. താല്പര്യമുണ്ടോ നോക്കിക്കോ. കിലോമീറ്റർ പറഞ്ഞു നമ്മൾ? കിലോമീറ്റർ 13,000 കിലോമീറ്റർ. 13,000 സിംഗിൾ ഓൺഷിപ്പ് തന്നെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം ഹ്യുണ്ടൈ വെന്യൂ ആണ്. ഒരു ബ്ലാക്ക് കളർ വണ്ടി, ന്യൂ ഷേപ്പ് ആണ്. നേരത്തെ ഓട്ടോമാറ്റിക് ആയിട്ടതും മാനുവൽ ആണ്. അപ്പോൾ നമ്മുടെ ഒരു മൈക്കിന്റെ ചാർജ് തീർത്തു. അപ്പോൾ ഒരു മൈക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2024 മോഡലാണ്. ഫുൾ കമ്പനി സർവീസാണ് വണ്ടി. ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എസ് ഓപ്ഷൻ. ടോപ്പിന്റെ താഴെ. അതെ. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? എല്ലാം ഉണ്ട്. 0 ക്ലെയിം ആണ് വണ്ടി. 12-15 റേഞ്ച് ഏകദേശം മൈലേജ് ഉണ്ട്. ഞാൻ മൈക്കുള്ള പോലെ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ വേറെ ഒരു ക്ലെയിം അല്ല, 0 ക്ലെയിം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ് അല്ലേ? ഓക്കെ. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് വരുന്നത് 920 ആണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 8-8.5 വരെയൊക്കെ ലോണും കിട്ടുമോ? 8-8 ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഡെയിലി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ നിങ്ങളെ ഒരു ഹായ് രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. ഇവിടെ ഇനി വേറെ ഏതൊക്കെ സ്റ്റോക്ക് വരാണ്ട്? എനിക്കിപ്പോൾ സ്വിഫ്റ്റ് വരാണ്ട്, 2018 ഓട്ടോമാറ്റിക് വരാണ്ട്, പിന്നെ നിസാൻ മൈക്ര 2017 ഡീസൽ വരാണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോ, കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. ബൈ.